അറയ്ക്കൽ മാധവനുണ്ണിയും അനിയന്മാരും. വല്യേട്ട സിനിമയിലെ മാധവേട്ടന്റെ ഏറ്റവും ഇളയ അനിയനായിരുന്നു ഞാൻ, മോങ്കുട്ടൻ. ഇന്നാട്ടിലെ കുറെ പേരുണ്ട് മാധവേട്ടനെ പോലെ ആകാൻ നോക്കുന്നവർ. പക്ഷേ മട്ടും പെരുമാറ്റവും കൊണ്ട് വല്യേട്ടനെ പോലെ തന്നെ ഒരാൾ, അത് ഗിരി തന്നെയാ. കരിനീലിക്കാവിലെ ഗിരി. ശരിക്കും ഒരു ഒന്നൊന്നര വല്യേട്ടൻ, നമ്മുടെ ഗിരി. വാ, നമുക്ക് അവരൊക്കെ ഒന്ന് പോയി കണ്ടാലോ. കരിനീലിക്കാവിലെ മണ്ണും മനുഷ്യരെയും അറിഞ്ഞു വളർന്നവനാണ് ഗിരി. ഗ്രാമത്തിന്റെ നിഷ്കളങ്കത ഉള്ളിലുള്ളവൻ. 4 അനുജത്തിമാർക്ക് സംരക്ഷകനും തണലുമായവൻ, അവരുടെ വല്യേട്ടൻ. ഗിരിയുടെ ജീവനായ ആ 4 പേരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഇത് മൂത്തവൾ രത്ന, പക്വതയുള്ള അധ്യാപിക, വീടിന്റെ ഐശ്വര്യം. അപ്പോ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? മഹാനായ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണണം. സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം. മനസ്സിലായോ? അമ്പിളി, പോ. അമ്പലത്തിൽ നിന്ന് ഉത്സവമായിട്ട് ടീച്ചർക്ക് ലീവ് എടുക്കായിരുന്നില്ലേ? നല്ല കാര്യായി. ലീവെന്ന് കേട്ടാലേ ആ ഹെഡ് മാസ്റ്റർക്ക് ദേഷ്യം വരും. അയ്യോ, ദേഷ്യം എന്ന് പറഞ്ഞപ്പോഴാ. നീ വേഗം വണ്ടി എടുക്ക്. രശ്മിക്ക് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. രശ്മിക്കുട്ടി സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചോണ്ട് ഒരു പ്രയോജനം ഇടാൻ പോകുന്നില്ല. ഗിരിയേട്ടന്റെ കുറച്ച് കാശ് പോകുന്നു മെച്ചം. അവള് കേക്കണ്ട, നിന്റെ തലയടിച്ച് പൊട്ടിക്കും. സോറി, ചിപ്സ് പാക്കറ്റ് പൊട്ടിച്ചതാ. ഇത് രശ്മി. കക്ഷിക്ക് ഭക്ഷണം കഴിഞ്ഞേ ഉള്ളൂ, ബാക്കി എന്തും. പിന്നെ ഇത്തിരി ഇംഗ്ലീഷ് പറച്ചിലും. ഭാവിയിൽ ഒരു IPS ഓഫീസർ ആകണം എന്നാണ് മോഹമെന്ന് തോന്നുന്നു. പോവാൻ ചേച്ചി. അയ്യോ, മോളെ 2 അക്ഷരം ഇംഗ്ലീഷ് പഠിക്കുന്ന സമയം കൊണ്ട് 2 കിലോ കുറയ്ക്കാൻ നോക്ക്. അല്ലെങ്കിലേ എന്റെ ഓട്ടോയുടെ കാര്യം തീരുമാനമാവും. Don't speak more. You take auto. അങ്ങനല്ല മോളെ. ഡോണ്ട് ടോക്ക് ടു മച്ച്, ജസ്റ്റ് റൈറ്റ്. Same to same. പോ. ഓ, രഞ്ജിനി, ഇത് നമ്മുടെ കുഞ്ഞി രഞ്ജിനി. ഡിസ്ട്രിക്ട് ലെവൽ ക്വിസ് മത്സരത്തിന്റെ റിസൾട്ട് വന്നു. നിനക്കാ ഫസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞേ? അത് അനിത ടീച്ചർ പറഞ്ഞതാ. ഓ, വീടിന്റെ പ്രസരിപ്പ് മുഴുവൻ ഈ കുഞ്ഞ് അനുജത്തിയിലാണ്. ക്വിസിന് ഫസ്റ്റ് കിട്ടിയോണ്ട് നിന്റെ ഗിരിയേട്ടൻ നിനക്ക് നല്ലൊരു ഗിഫ്റ്റ് തരുമെന്നുള്ളത് ഉറപ്പാ. ആ, മമ്മൂട്ടിയുടെ ഒരു പഴയ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അതന്നെ നിന്നെ കൊണ്ട് കാണിക്കുന്നു. പോടി. ആ, നിന്റെ ഏട്ടൻ ഓട്ടോ വന്നില്ലേ കുഞ്ഞി? ആ, രശ്മി ചേച്ചി കൂട്ടിട്ടേ വരൂ. അതിന് അവളവിടെ പോയി? ആള് സ്പോക്കൺ ഇംഗ്ലീഷിന് ചേർന്നു. എവിടെ? നമ്മുടെ ബസ് സ്റ്റാൻഡിന് അടുത്തൊരു കോച്ചിങ് സെന്റർ ഇല്ലേ, അവിടെ. അതേതായാലും നന്നായി. അടുത്ത് ഹോട്ടലും ബേക്കറിയും ഒക്കെ ഉള്ളതുകൊണ്ട് വിശക്കുന്നേ വിശക്കുന്നേ എന്നുള്ള വിളി അങ്ങ് കുറഞ്ഞു കിട്ടുമല്ലോ. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാമല്ലോ. ആ, ദേ ആള് വരുന്നുണ്ട്. ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് നേരിട്ടായിക്കോ. ഓ, വരട്ടെ. ഹായ് ഗുണ്ടുമണി, ഹൗ ആർ യു? ഗുണ്ടുമണി നിന്റെ ഇംഗ്ലീഷ് പറ, ഇംഗ്ലീഷ് പറ. പറയാടാ. എന്റെ കോച്ചിങ് ഒന്ന് കഴിയട്ടെ, നീ ഒന്ന് വെയിറ്റ് ചെയ്. രശ്മി, നീ വന്നേ. വരാ ചേച്ചി, ഈ ആക്കിട്ട് 10 പറഞ്ഞിട്ട് വരാം. നിന്നോട് വരാനാ പറഞ്ഞേ. വിളിച്ചോണ്ട് പോയേച്ചി. ഇവനൊരു പണി കൊടുക്കണമല്ലോ.
വന്നേ. കേറ് കേറ് കേറ്. ദേ ഇത് പിടിച്ച്. പെണ്ണ് കെട്ടിക്കാറായെങ്കിലും തന്തയുടെ പേര് കേട്ട ചെറുക്കന് ഇപ്പോഴും നിക്കറേ ഉള്ളൂ. മണി, പറഞ്ഞോ ഭാഗ്യേച്ചി. അമ്പലത്തിലേക്ക് കൊടുത്തുവിടാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്യണേ. ശരി ഭാഗ്യേച്ചി. അല്ല പ്രസിഡന്റ്, തിരുവാഭരണത്തിന് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അമ്പലത്തിലാവുമ്പോ ഭഗവതിയുടെ ഒരു കാവലുണ്ടാവുമല്ലോ. അത് താൻ ഭരതനായതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. ഭഗവതിയുടെ കാവൽ പോലെ തന്നെയാ പടനിലത്തെ പത്മനാഭന്റെ കാവലും. അതിപ്പോ തിരുവാഭരണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നാട്ടുകാർക്കൊക്കെ അങ്ങനെ തന്നെയാ. ചുരുക്കി പറഞ്ഞ കരുനീലിക്കാവിലെ അമ്മയെ പോലെ വിശ്വാസമാണല്ലേ ഈ നാട്ടുകാർക്ക് പത്മനാഭനും. ശത്രു, തിരുവാഭരണം പടനിലത്ത് സൂക്ഷിക്കുന്നത് ഒരു ഐശ്വര്യം തന്നെയാണെന്ന് ഞങ്ങൾ പറയുകയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിലെ കാരണവന്മാരുടെ സുഹൃത്തം കൊണ്ടാ തിരുവാഭരണം ഇവിടെ സൂക്ഷിക്കാനുള്ള ഭാഗ്യം കരുനീലെ കാവിലമ്മ തന്നു. ഇനി അങ്ങോട്ടെന്നും അതിനുള്ള ഭാഗ്യം തരണേന്ന് മാത്രമാണ് ഇപ്പോഴുള്ള എന്റെ പ്രാർത്ഥന. തിരുവാഭരണം കൊണ്ടുപോകാനുള്ള സമയമായില്ലേ? വന്നോളൂ. നകുലനെത്തിയോ? ഇല്ല. വിളിച്ചിട്ട് അവനോട് വേഗം വരാൻ പറ. ഒന്നും ചെയ്യല്ലേ. എടാ പൊന്ന ശവമേ, നീ നകുലനാരാന്ന് അറിയാതെ പോയി. ഈ കരിനീൽക്കാവിൽ ഇന്നുവരെ നകുലനെതിരെ ആരും ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല. നീ നകുലന്റെ കോറയ്ക്ക് സ്റ്റേ ഉണ്ടാക്കലടാ. നീ നകുലന്റെ കോറയെ ചുടുവാളാക്കി കിടത്തുമല്ലേ? ചുട്ട് ചാമ്പലാക്കാൻ പോകുന്നത് നിന്നെടാ. പടനിലത്ത് നകുലന്റെ അടുത്താണോടാ നിന്റെ സ്റ്റേ ഉണ്ടാക്കി? വേണ്ട, എന്നെ കൊല്ലല്ലേ. വേണ്ട വേണ്ട, അയ്യോ വേണ്ട, പ്ലീസ് കൊല്ലല്ലേ, പ്ലീസ്. ആമേ പറയ്. നീ എവിടെ നിൽക്കുവാ? ഞാൻ അറിയില്ല. നീ വേഗം ഒന്ന് വന്നേ. എന്താ കാര്യം? ഇന്നേ ഉത്സവാ. അതെന്റെ പൊന്നുമോൻ അറിയോ? നിന്നെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് വരാൻ നോക്ക്. അമ്മ ഫോൺ വെച്ചോ, ഞാൻ വരാം. പ്ലീസ്. നല്ലൊരു ദിവസമായതുകൊണ്ട് നിന്നെ ഞാനിപ്പോ കൊല്ലുന്നില്ല. വേറൊരു ദിവസം ഞാൻ എടുത്തോളാം കേട്ടോ. അമ്പിളി, അപ്പൊ നാളെ 9:30. പറഞ്ഞ സമയത്ത് തന്നെ അമ്പിളി എത്തും. അതാണ് അമ്പിളി. പിന്നെ ഇന്നത്തെ ചിക്കിളിയെട് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. റാണി ചേച്ചി, റാണി ചേച്ചി, ഞങ്ങൾ എത്തി. ഓട്ടോ കൂലി ദാ വരുന്നു. ഇത് റാണി, വീടിന്റെ ഫിനാൻസ് മിനിസ്റ്റർ. വരവും ചെലവും റാണിയുടെ വിരൽത്തുമ്പിലാണ്.
100 രൂപയെ 130 രൂപയായി. 130? അതെ, 130. ഞാൻ 100 രൂപ കൂടുതൽ തരില്ല. ഇല്ല കണക്കപ്പിള്ളേ, നടക്കത്തില്ല. ആ, നടന്നാലും കൊള്ളാം, ഓടിയാലും കൊള്ളാം. ഞാനൊരു 100 രൂപ അങ്ങ് തരും. അതിന്റെ അപ്പുറം എന്റെ മോനെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ദാ, ദാ, പിടിച്ചോ. മഹാലക്ഷ്മി കൈ തരുമ്പോ ഒന്ന് സന്തോഷത്തോടെ വാങ്ങിച്ചൂടെ? ഇത്ര സന്തോഷം മതിയാ? പോരാ, ഞാൻ പ്രതീക്ഷിച്ചത്ര വന്നില്ല. ഓക്കെ, ശരി എന്നാ. നിനക്കൊരു 20 രൂപയും കൂടെ കൊടുക്കായിരുന്നു. ആ, സോറി ചേച്ചി, സാമ്പത്തിക അടിത്തറ താറുമാറാകുന്ന ഒരു പരിപാടിക്ക് ഈ റാണിയെ കിട്ടത്തില്ല. 20 രൂപ ഉണ്ടെങ്കിലേ 2 കവർ ഉപ്പ് മേടിക്കാം. ഓ, ആ, കണക്ക് പറച്ചില് കഴിഞ്ഞെങ്കിലേ ഒന്ന് വേഗം വരോ, അമ്പലത്തിൽ പോവാനുള്ളതാ. വാ വേഗം വാ. മണി എന്താ ആലോചിക്കുന്നേ? അല്ല, ദേവി ഈ നാട് ചുറ്റി അസുര നിഗ്രഹം നടത്തി കരിനീൽ കടവിൽ മുങ്ങി നിറന്നാലല്ലേ ഉത്സവം പൂർണ്ണാവും. ആ, അതല്ലേ ആയിരിക്കും. ഇത്തവണ ദേവി മുങ്ങി നിവരോ? അല്ല മണി, ഇത്തവണ ദേവി മുങ്ങി നിവരും. നീ കണ്ടോ? ആണോ? അപ്പൊ അസുര നിഗ്രഹം നടക്കുമല്ലേ? പിന്നെ ഉറപ്പല്ലേ? ഓ മണി, ഓ ദാ വരുന്നു. ആഹാ, കുഞ്ഞി, എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? സൂപ്പർ. രത്നിച്ചിക്ക് സാരി ഇഷ്ടായോ എന്തോ? ഒത്തിരി ഇഷ്ടായി. അല്ല, ഈ രശ്മിയേച്ചി ഇതെവിടെ പോയി? ഇതുവരെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഞാൻ റെഡി. രശ്മി ചേച്ചി പോളി. താങ്ക് യു, താങ്ക് യു. രശ്മിക്ക് ഈ ഡ്രസ്സിൽ പ്രത്യേക ഭംഗിയാ അല്ലേ റാണി? ദേ, ഞാൻ സ്ലിമ്മായി, അതാ ഭംഗി അങ്ങ് വല്ലാണ്ട് കൂടിയേ. അയ്യോ, ഞാൻ പൊട്ട് വെക്കാൻ മറന്നുപോയി. ഞാനിപ്പോ വരാവേ. നീ ബ്ലൗസിന്റെ സ്റ്റിച്ച് ലൂസാക്കിയിട്ട കാര്യം പാവത്തിന് മനസ്സിലായിട്ടില്ല. ഞാൻ ലക്ഷ്മി ചേച്ചിയുടെ മുഖത്ത് സന്തോഷം കാണാൻ വേണ്ടി ചെയ്തേ. ചേച്ചി എനിക്കൊരു 500 രൂപ തരോ? 500 രൂപയോ? എന്തിനാ? അപ്പൊ എന്റെ മുഖത്തിലെ സന്തോഷം ചേച്ചിക്കും കാണാലോ. ആ, പൊട്ടും ചാന്തും വാങ്ങിച്ച് കാശ് കളയാനല്ലേ? സോറി മോളെ, ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. ഓ പിന്നെ. അല്ല റാണി, നീ എന്താ റെഡിയാവാതെ നിൽക്കുന്നേ? ഞാൻ റെഡിയാണല്ലോ. ഈ പഴയ ഡ്രസ്സ് ഇട്ടോണ്ടാണോ ഉത്സവത്തിന് വരുന്നത്? ഓ, ഇത് മതി എന്നേ. ആഹാ, ചുന്തിരി കിട്ടിയായിപ്പോ. അല്ല, ഞങ്ങൾക്കൊക്കെ ഡ്രസ് വാങ്ങിയപ്പോ നിനക്ക് വാങ്ങിയില്ലേ ഒന്നും? അത് എനിക്കിവിടെ വാങ്ങിച്ചാലേ ഇവിടെ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമോ എന്നൊരു സംശയം. നന്നായി മോളെ. എന്താ? എന്താ എന്താ രത്നിച്ചി? വേണ്ടായിരുന്നു. ഒരൊറ്റ അടി വെച്ച് തരും. ഇന്ന് ഞങ്ങളാ നിന്നെ ഒരുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നീ അതിലും പിശുക്ക് കാണിക്കും. വാ വാ. വേണ്ട ചേച്ചി, വാടാ. വാ ചേച്ചി, വാ. കുഞ്ഞി വേണ്ടടി. നന്നായിട്ടുണ്ട്. ചേച്ചി, ചേച്ചിയുടെ മൊബൈൽ ഇങ്ങ് എടുത്തേ.
എന്തിനാ? ഒരു സെൽഫി എടുക്കാനാ. സെൽഫി വേണ്ട, നമുക്ക് റീൽ എടുക്കാം. എന്നാ അത് മതി. മൊബൈലൊക്കെ ഞാൻ തരാം, പക്ഷെ റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ എന്റെ സ്വഭാവം മാറും. അറിയാലോ, ഗിരിയേട്ടൻ ഇപ്പോഴും നമ്മളിതൊന്നും യൂസ് ചെയ്യുന്നില്ലെന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ചേച്ചി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഈ റീല് നമ്മള് 4 ആളല്ലാതെ വേറെ ആരും അറിയില്ല. എങ്കിലും ഓക്കെ. കമോൺ ഗേൾസ്, മുരുകാ അണ്ടവാ ഒന്ന് മിന്നിച്ചേക്കണേ. ഓക്കെ. രത്ന, ആരത്? ഓടി വാടി. ഇങ്ങ് വാ വാ വാ. നിങ്ങളുടെ മുഖത്തെന്താ ഒരു പതർച്ച? അയ്യോ, അത് പതർച്ചയല്ല, ഏട്ടത്തിയെ കണ്ടതിന്റെ സന്തോഷ. ആരെ കണ്ടേന്റെ? ഏട്ടത്തിയെ കണ്ടതിന്റെ. അയ്യോ, അതൊന്നോട് വിളിച്ചേ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ നിങ്ങളുടെ മാമന്റെ മകളായി ജനിച്ചത് തന്നെ നിങ്ങളുടെ ഏട്ടത്തിയമ്മാവാൻ വേണ്ടിട്ടാ. അല്ലേ രത്തേച്ചി? അതെ അതെ അതെ. അപ്പച്ചിയാ? ഹലോ അപ്പച്ചി. നിങ്ങള് അമ്പലത്തിലേക്ക് ഇറങ്ങിയോ മക്കളെ? ആ, ഞങ്ങളിത് ഇറങ്ങാൻ പോവാ. ശരി ശരി, വേഗം ഇറങ്ങ. നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം. ശരി അപ്പച്ചി. രത്നേച്ചി, നമുക്ക് ഇറങ്ങാം. ഏട്ടത്തിയമ്മ എന്നാ നടക്ക്. റാണി, ഞാൻ മുമ്പേ പോവാ. കുഞ്ഞി, നീ എങ്ങോട്ടാ? ചേച്ചി, എനിക്കിതൊന്ന് വാങ്ങിച്ചു തരോ? കുഞ്ഞി, ഇതിന് 10-750 രൂപയിലും വരും. ദേ, നീ ആ ചെറുത് ഏതെങ്കിലും എടുത്തേ. ചേച്ചി, ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാനുള്ള കാശേ ഏട്ടൻ തന്നിട്ടുള്ളൂ. അതെടുത്ത് ദേ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചാ ബാക്കിയുള്ളവർക്ക് ഞാൻ എങ്ങനെ വാങ്ങിക്കൊടുക്കും? പ്ലീസ് ചേച്ചി. മോളെ. റാണി, എനിക്കൊന്നും വേണ്ട. നീ 6 രൂപയും കൂടെ ചേർത്ത് കുഞ്ഞിക്ക് ഇത് വാങ്ങിക്കൊടുക്ക. അതെങ്ങനെ ശരിയാവും? എല്ലാവർക്കും ഓരോന്ന് വാങ്ങുമ്പോ ചേച്ചി മാത്രം ഇങ്ങനെ പറഞ്ഞാല്? ഐഡിയ മാമൻ. അച്ഛാ, എല്ലാവർക്കും എല്ലാം വായിക്കാം. അച്ഛാ, അതെ, 5 പൈസ ചെലവില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. അയ്യോ, അച്ഛനൊന്നും മിണ്ടാതിരിക്കൂ. വേണ്ടെങ്കി വേണ്ട. മോളെ, നമുക്ക് ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി വാങ്ങാം. വാങ്ങിച്ചു തന്നാ മതി. വാങ്ങാടി, വാ. പടനിലത്ത് പത്മനാഭൻ മുതലാളി വന്നു. ആ കടയിൽ നമുക്ക് പോകാം. അമ്മാവൻ. നമസ്കാരം. നമസ്കാരം. അമ്മാവ. മക്കളെ. അപ്പച്ചി. എല്ലാവരും നല്ല സുന്ദരികളായിട്ടുണ്ടല്ലോ. അമ്മ, ഞാൻ കമ്മിറ്റി ഓഫീസിലുണ്ടോ? അപ്പച്ചി, നമുക്ക് അങ്ങോട്ട് പോയാലോ? ഇത് നിങ്ങൾ വെച്ചോ. അയ്യോ, അതൊന്നും വേണ്ട അപ്പച്ചി.
ഉത്സവമല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ കാണില്ലേ? ദാ മോളെ, ഞാൻ അതിനു വേണ്ടി കൊണ്ടുവന്നതാ. വാങ്ങിക്കേ. എല്ലാവരും കീഴ്ക്കാവിലേക്ക് വാ. അവിടെയല്ലേ തിരുമുടി എന്തൽ ചടങ്ങ് നടക്കുന്നത്. വാ. ദാരികനെ വധിച്ച ശേഷവും അടങ്ങാത്ത കോപത്തോടെ നിൽക്കുന്ന ഭദ്രകാളി ദേവിയെ ശാന്തയാക്കുന്ന തിരുമുടിയേന്തൽ ചടങ്ങിന് മുഹൂർത്തമാവുകയാണ്. ദാരികന്റെ ശിരസുമായി ലോകം മുഴുവൻ മുടിപ്പിക്കാൻ കലിപൂണ്ടു നിൽക്കുന്ന, തിന്മയെ മുച്ചൂടും നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന അമ്മ മഹാകാളിയെ നമ്മുടെ ദേശത്തിന് പുറത്തു പോകാൻ അനുവദിക്കാതെ ഈ കരിനീലിക്കാവിന്റെ രക്ഷയ്ക്കായി ഇവിടെ തന്നെ കുടിയിരുത്തണം. അതുകൊണ്ട് ഭക്തജനങ്ങളെല്ലാവരും അമ്മയുടെ നാമങ്ങൾ ഉരുവിട്ട് അമ്മയെ ശാന്തയാക്കണം. അമ്മേ ദേവി മഹാമായേ. ദേവിയുടെ തിരുമുടിയേറ്റാനുള്ള സമയമായി. അല്ല, ഗിരി എവിടെ? വിളിക്ക്. പത്മനാഭ, നീ ഈ നാട്ടിലെ വലിയ ജന്മിയാണെന്ന് കരുതി ഈ അമ്മയുടെ അവകാശം മുഴുവൻ നിനക്ക് തീരെഴുതി തന്നിരിക്കാം. ധർമ്മരാജ, ഇയാൾക്കിപ്പോ എന്തുവാ വേണ്ടേ? ഗിരി തിരുമുടി ഏറ്റുമെന്ന് നിങ്ങൾ കുടുംബക്കാര് മാത്രം തീരുമാനിച്ചാ മതിയോ? ധർമ്മരാജ, ഇക്കണ്ട ജനങ്ങളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് തിരുമുടി ഏറ്റല് കാണാനാ, അല്ലാതെ ഒരു ലഹള കാണാനല്ല. ഞാൻ ലഹളയ്ക്ക് വന്നതാണെന്ന് ആര് പറഞ്ഞു? എനിക്ക് ഒരു ലഹളയ്ക്കും താല്പര്യമില്ല. പത്മനാഭ, നീ ഈ ഉത്സവത്തിന് വേണ്ടി പണം മുടക്കുന്നെങ്കിൽ അതുപോലെ കാലാകാലങ്ങളായി ലക്ഷോപലക്ഷം പണം ഞാനും ഈ അമ്പലത്തിന് ഉത്സവത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ തിരുമുടിയേറ്റിന്റെ അവകാശം ഞങ്ങൾക്ക് വേണം. തിരുമുടി ഞങ്ങൾ എടുക്കും. അതെ, അമ്മയ്ക്ക് മകനെ എടുക്കാം. പക്ഷേ ഒരു മകനെ ഈ അമ്മ എടുക്കണമെങ്കിലേ ആ മകൻ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവനായിരിക്കണം. നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതം നോൽക്കണം, അല്ലാതെ അത് സാധ്യമല്ല. അമ്മയുടെ തിരുമുടി ഏറ്റുന്നതിന് ആ മകന് നാടിന്റെയോ നാട്ടുപ്രമാണിയുടെ അനുവാദം ആവശ്യമില്ല. അതിനുള്ള അവകാശം സാക്ഷാൽ അമ്മ മഹാകാളി അവന് നേരിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അമ്മയുടെ അനുഗ്രഹ ചൈതന്യം ഉടലിലും ഉയിരിലും നിറഞ്ഞവനാണ് അവൻ, ഗിരി. അതുകൊണ്ടാണ് വർഷാവർഷം അമ്മയുടെ തിരുമുടി അവൻ ചുമലിലേറ്റുന്നത്. അമ്മയുടെ ശക്തിയില് അവൻ തിരുമുടി ഏറ്റി ആടുന്നത്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം ഗിരിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പത്മനാഭൻ പറയുന്നത്. പത്മനാഭ, ഞങ്ങളും അമ്മയുടെ ഭക്തന്മാരാ. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്കും ഉണ്ടാകും. ഞങ്ങൾ എടുത്താലും അമ്മയുടെ തിരുമുടി ഉയരും. എന്താ കാണണോ? ആയിക്കോട്ടെ, ഒരു തർക്കത്തിന് ഞാനില്ല. നിങ്ങൾ എടുത്ത തിരുമുടി ഉയരുമെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തോളൂ. വാടാ, തിരുമുടി എടുക്കടാ. അന്ന് പിടിക്കടാ, പിടിക്ക്. എടുക്കടാ, എടുക്ക്. ഉയർത്തടാ.
ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എന്തായി? കഴിവില്ലാത്ത ഉമ്മ. ആ ഗിരി കാരണോ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടത്. അവനെ വെറുതെ വിടാൻ പാടില്ല. നമ്മൾ നാണം കെട്ടതുപോലെ അവനും നാണം കെട്ടണം. നമ്മൾ അവനെ നാണം കെടുത്തണം. നാണം കെടുത്തേണ്ടത് അവനെയല്ല, ആ നിൽക്കുന്ന അവന്റെ പെങ്ങന്മാരെയാ. ഇവിടെ വെച്ച് അവളുമാരെയാ നാണം കെടുത്തേണ്ടേ. എന്നാലും അവന് കൊള്ളൂ. അത് ശരിയാ. വാടാ. നല്ല മുല്ലപ്പൂവിന്റെ മണം. എന്താടാ? എന്താടി? എന്താ ഇത്? പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നു. ശല്യപ്പെടുത്തിയാ നീ എന്ത് ചെയ്യും? അടിച്ചിട്ട് കള്ള പിടിക്കും. അടങ്ങി നിക്കടി. ഏട്ടാ അവിടെ കരിനീലിക്കാവിലെ പുണ്യഭൂമിയിൽ നാം വാണരുളുന്ന കാലങ്ങളിൽ സത്യവും നീതിയും നിലനിർത്താനായും പരിവേദനങ്ങൾ കേൾക്കാനായും ഭക്തർക്ക് കാണിക്കയായി നൽകുന്ന ഉപകാരം ചോദിക്കാം. ഇനി ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും കരിനീലിക്കാവിൽ അമ്മയോട് സങ്കടങ്ങളും സംശയങ്ങളും ഉണർത്തിക്കാം. ചോദിക്കേ. എന്റെ മകൾ പാർവതിയുടെ വിവാഹം ഉടനെ ഉണ്ടാവുമോ ദേവി? അമ്മ എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. മംഗളം, സർവമംഗളം. കാലവിളംബം കൂടാതെ മകൾക്ക് കല്യാണ യോഗം. കരിനീലിക്കാവിനെ അനർത്ഥങ്ങളിൽ നിന്ന് കാത്തോളണേ അമ്മേ. അർത്ഥവും അനർത്ഥവും കൽപ്പിക്കാൻ ഞാൻ ആളല്ല. കർമ്മഫലം പ്രകൃതി നിയമമാണ്. കാറ്റായും കരിമേഘമായും കാവൽ നിൽക്കാൻ മാത്രമേ അമ്മയ്ക്ക് കഴിയൂ. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കാതെ പോവില്ല. എന്റെ കണ്ണുകളെ ബന്ധിക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്റെ കർണങ്ങളെ കബളിപ്പിക്കാൻ ആർക്കും കഴിയില്ല. എന്തെങ്കിലും ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ടോ അമ്മേ? എന്ത് ദുർനിമിത്തങ്ങൾ? അമ്മ പറഞ്ഞതെല്ലാം മംഗളകരമല്ലേ? ശ്രീകോവിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കാൻ സമയമായി. നേരമായിട്ടില്ല. ത്രിലോകം വാഴും നമുക്ക് സമയം കൽപ്പിക്കാൻ മനുഷ്യരാൽ സാധ്യമല്ല. ശത്രുനാശത്തിനായി അവതരിക്കും. കാലാകാലങ്ങളിൽ ഞാൻ കരിനീലിക്കാവിൽ ഉണ്ടാവും. കരിനീലിക്കാവ് കാക്കുക കരിനീലി അമ്മയാണ് ഞാൻ.
കൊല്ലത്തിലൊരിക്കലല്ലേ കരുനെല്ലിക്കാവിൽ അമ്മയാകാൻ നിനക്ക് പറ്റൂ. ബാക്കി 364 ദിവസവും നീ എനിക്ക് എന്റെ കാൽച്ചോട്ടിലെ കാവൽ നായയല്ലേ. മോനെ ഗിരി, നിന്റെയും നിന്റെ കൂടപ്പിറപ്പുകളുടെയും അന്ത്യം കാണാതെ പത്മനാഭന്റെ പക അവസാനിക്കില്ല. നിങ്ങൾ പരിചയപ്പെടാൻ ഒരാളും കൂടിയുണ്ട്, ഗിരിയുടെ മുറപ്പെണ്ണായ പാർവതി. ഇനി നിങ്ങളും ചേർന്ന് ആഘോഷമാക്കൂ വല്യേട്ടന്റെ കുടുംബവിശേഷങ്ങൾ.